കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണവും മാനൊന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിന്റെ ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കത്ര കുളം കണ്ടതാ. കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം. എല്ല് തൊണ്ടേ കുരുങ്ങരുത്. അയ്യോ, ഒരു തമാശക്കാരി. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കും? പോവില്ലേ? അതല്ല, എന്റെ കുസുമത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ഇടവാക്കി നമ്മളിവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. അല്ല അതെ, അമ്മയായിരുന്നു. അമ്മ എന്തും പറ്റി ഇവിടെ? തമിഴ്നാട്ടിൽ 9-ായില്ല. അതിനൊക്കെ കഥ അടച്ച. അല്ല പിന്നെ ഒരു അറിഞ്ഞൂടാത്ത പെണ്ണ് ഒറ്റയ്ക്ക് വന്നിരിക്കാനായിരുന്നു. ഞാൻ പിന്നെ അറിഞ്ഞൂടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണ് ചെറുക്കട്ടെ മത്തഭാവം കണ്ട എന്തോ അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. അയ്യാത്തൊരു കാര്യം ഇവിടെ നല്ല വിചാരം കണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മ ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നേ? അന്നല്ല, എന്റെ വരുമാനം പറ, എന്റെ മോളെ പറ. അല്ല, ഇതാരും അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കരുതല്ല റെയ്ഡ് വായിക്കും. എത്ര കാലം കൊണ്ട് പറയുന്നു ഇവിടെ ഇറങ്ങുന്ന പരിപാടിയൊക്കെ മാറ്റി ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണം. എന്തോന്ന് ഗ്യാസ് കണക്ഷൻ? നാളെ തൊട്ട് ഈ വീട് ഗ്യാസ് കണക്ഷൻ. അതാ പറയുന്ന സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹിമണ്ടെന്നല്ല ഞാൻ പറയാറില്ലേ, ഇവിടെ ഇങ്ങോട്ട് വിളക്കാണെന്ന്. ഇവിടെ നിന്ന് കത്തിരിക്കുന്ന കാരണം നിങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞേ. അറിയാല്ല, 36 പെണ്ണെ കിട്ടാൻ പറ്റി ഒരു കല്യാണം നോക്കിയായത്. ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോയിട്ടല്ലേ? വയ്യേ ഒന്നുമില്ല, വയ്യേ ചൂട് കൊടുക്കട്ടെ. ചൂടുവെള്ളം വേണ്ട, കട്ടനെ എടുക്കട്ടെ. കട്ടനെ ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതി പിടിച്ചിട്ടുണ്ടോ? തീരെ അങ്ങ് വയ്യ അല്ലേടാ. കട്ടൻ ചായ വേണ്ടമാ? ചൂടുവെള്ളം വേണ്ട, കട്ടൻ ചായ. വേറൊരു കാര്യം, നാളെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങളും പിടിച്ചു കൊടുക്കണം. നാരങ്ങ എവിടെ കട്ടിലിരിക്കുന്നു? ഈ കട്ടിലടിയിലെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. മുറുക്കാൻ കൂടെ കൊണ്ടുവയ്ക്കാം. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വേർത്താകണ്ടല്ലോ. ഒന്നുമില്ല, ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. നിങ്ങളുടെ കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ഞങ്ങൾ പോകുമ്പോ ഇവിടെ പോട്ടെ. പോട്ടെ. ദിവസം കഴിയുമ്പോൾ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത ബാക്കിയാരും ഉണ്ടാക്കി എത്തിച്ചാലും വിളിച്ചിട്ട് പോത്തില്ലയോ? അമ്മയുടെ സ്വഭാവം മാറ്റുന്ന എന്താ അമ്മയെ കണ്ടപ്പോ അമ്മ പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവുന്ന ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തുറക്കാറതാ വരുന്നു. മറിച്ചുകൂടും. ക്ലാസ് എടുക്കാൻ വന്നതാ. ഏത് കോളേജ് അധ്യാപകൻ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ. കുരുട്ട് പാലുകൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്ന മകളാ. കുരുട്ട് വെച്ചാൽ നീ ഇട്ട് വാങ്ങിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയില്ല. നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്താണ് ഒരു മണിയായി കയറി വരുന്നത്. ചേട്ടന് ഞാനായിട്ടുള്ള സോഷ്യൽ ചേട്ടന് ഞാനായിട്ടുള്ള സോഷ്യൽ നിനക്ക് സോഷ്യലിസം കാണിക്കാൻ കാരണമാക്കിന്റെ മുറിയല്ല, കട്ടക്കൊണ്ട് ചോദിക്കുന്ന സുധാകരന്റെ മുറിയാ. കണ്ണീർ മുഴു ഗ്ലാസ്സിൽ പാലിരിക്കണോ? പാലിൽ
കുടിക്കുന്നു. അത് കുടിച്ചിട്ട് തരാനൊന്നും പറ്റത്തില്ല. കുടിച്ചില്ല എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. ആ ക്ലാസ്സിന് എത്ര രൂപ? 25 രൂപ. ഈ സമയത്ത് കൂടുന്ന 25 രൂപ പോയാ ഇതിൽ ഒഴിച്ച് അടിക്കാൻ ഒരു പൈസ വാങ്ങാനുള്ള കാശും കൂടാ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ കത്ത് വീണ റേറ്റിന് പോലും തരാത്തവല്ല അറിയുന്ന ദൂരം ഇപ്പോളെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. അയാൾ പോയില്ല. ഇനി എന്തുവാണ് നിനക്ക് ഇവിടെ എന്റെ ജൈവം നിന്റെ ജൈവം ഇത് അണ്ടാവല്ലേ? എന്റെ കൊണ്ട കുഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ വെക്കണം. പറഞ്ഞല്ലോ നാട്ടുകാരെ കൊണ്ടുവരുന്നത് പറയിപ്പിക്കാനായിട്ട് അയ്യോ അങ്ങനെ വിളിക്കില്ല നീ എന്നെ. അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവും ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ ഒന്ന് പറ. അറിയാൻ പാടില്ല. നിനക്ക് വയ്യടാ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ? എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുവെള്ളം എവിടെ കിടക്കുന്നത്? തിളപ്പിച്ചിട്ടിരിക്കാണോ? ചൂടുവെള്ളത്തിൽ ഇറക്കത്തുള്ളൂ. എന്റെ പൊന്നമ്മച്ചി ഒരു അമ്മയെ അടുത്ത് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. എന്താ ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണോ എന്നോടോ? നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് രക്ഷപ്പെടുത്തിയായിരുന്നോ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഥ കടത്തില്ല കേട്ടോ. നല്ല വിൽക്കരുത്. ഇനിയൊന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടത്തി ജനലടച്ചു. ഈ ചേട്ടന്റെ വായിക്കട കാണിച്ചു അതും അടച്ചു. എന്തോ ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ ജീവിതം അല്ലെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പാല് ഇന്നാരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം. ഞാനേ ഒരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. പാതിരാത്രി കാണണോ ചക്ക? അല്ല, അമ്മാവനെന്താ ഇവിടെ? ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി. യാത്ര പറയാൻ വേണ്ടിട്ട് വന്നു. അയ്യോ അമ്മാവ് യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാം. തറവാട്ടിലോട്ട് പോവാണ്. തറവാട്ടിൽ പോവാം. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അതിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ നടത്തുന്നു. രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. ഹണിമൂണ് എന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാം. പറ്റില്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട് എന്റെ എല്ലാവരും ഞാനങ്ങോട്ട് മക്കൾ എന്തെങ്കിലും പറഞ്ഞേ? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്കും, ഞാൻ അടയ്ക്കണം. ഉറങ്ങൂല. AC ഇല്ല, ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ AC അനുപൂർവ എന്റെ അമ്മയെ ചവിട്ടി കൊന്നതാ. സുധാകരൻ ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൽ പോലും തുറക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. അയ്യോ സുധാകരൻ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം.